പൊന്നാനിയിലും ക്യാമ്പുകൾ തുടങ്ങേണ്ടതാണ്. എന്തുകൊണ്ട് തുടങ്ങിയില്ല? അത് കുടുംബങ്ങൾ ക്യാമ്പിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണോ? അവിടെ കുടുംബ വീടുകളിലേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതുകൊണ്ടാണോ? എന്താണ് സംഭവിച്ചത് എന്നുള്ള പ്രത്യേകം പരിശോധിക്കും. റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ ഇപ്പോൾ മീഡിയാവോടൊപ്പം ചേരുകയാണ്. ഇന്നിപ്പോൾ പൊതുവെ മഴ കുറവാണെന്ന് തോന്നുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്? ഇന്ന് പക്ഷേ മഴ ഒറ്റപ്പെട്ടതാണെങ്കിൽ പല ഭാഗങ്ങളിലും കനത്ത മഴ ഉണ്ടാകുമെന്നാണ് ഇന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ശാന്തമാണ്, ഇപ്പോൾ ആശ്വാസകരമാണ്. വലിയ ഹെവി റെയിൻ എന്ന് പറയാവുന്നത് എവിടെയും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അനിഷ്ട സംഭവങ്ങളോ മണ്ണിടിച്ചിലോ ഒന്നും തന്നെ എവിടെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ ആശ്വാസകരമായി പോകുന്നുണ്ട്. വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്ന് നല്ല ഒരു അന്തരീക്ഷമായിട്ടാണ് തോന്നുന്നത്. ഇന്നലെ ശക്തമായ മഴയായിരുന്നു. പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വീടുകൾ ഉൾപ്പെടെയുള്ളവ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൃഷിനാശമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ സർക്കാർ പരിഗണിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനൊക്കെ നിലവിലുള്ള നിർദ്ദേശം അനുസരിച്ച് എല്ലാ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എല്ലായിടത്തും നഷ്ടങ്ങളൊക്കെ തിട്ടപ്പെടുത്തി ഗവൺമെൻറ്റിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് വീട് നഷ്ടപ്പെട്ടവർക്കും ഭാഗികമായി നഷ്ടപ്പെട്ടവർക്കും നൽകേണ്ട സഹായങ്ങളൊക്കെ നൽകാനുള്ള നടപടി ഉണ്ടാകും. ഇപ്പം ഈ നഷ്ടപ്പെട്ട ആളുകളൊക്കെ എന്താണ് ഇനി ചെയ്യേണ്ടത്? എങ്ങനെയാണത്? അല്ല, സ്വാഭാവികമായും വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവരാണെങ്കിൽ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കേണ്ട സാമ്പത്തിക സഹായമുണ്ട് പുതിയ വീട് വെച്ച് നൽകുന്നതിന്. അപ്പോൾ അത്തരം സഹായങ്ങൾ നൽകും. ഭാഗികമായി നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ തോതനുസരിച്ചുള്ള സഹായം നൽകും. ക്യാമ്പുകളിലാണ് കഴിയുന്നതെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. അതല്ല, ക്യാമ്പിൽ പോലും കഴിയാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ പ്രത്യേക കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഗവൺമെൻറ് ആലോചിച്ച് നടപടിയെടുക്കും. ഇന്നലെ വെള്ളം കയറിയ സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവിടേക്ക് വലിയ തരത്തിലുള്ള മാലിന്യങ്ങളും മറ്റുമൊക്കെ കുമിഞ്ഞു കൂടുന്നൊരു സാഹചര്യമുണ്ട്. അതൊക്കെ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിരാവിലെയോട് കൂടിയാണ് വെള്ളം പൂർണ്ണമായി പല സ്ഥലത്തും ഇറങ്ങുന്നത്. അതിനുശേഷം ഇനി മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. മാലിന്യം നീക്കം ചെയ്യാനുള്ള എല്ലാ നടപടികളും എടുക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അതിൽ പ്രത്യേക താല്പര്യം എടുക്കും. ഗവൺമെൻറ് മറ്റെല്ലാ സഹായങ്ങളും നൽകും. അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകളെ വേണമെങ്കിൽ ആളുകളുടെ സഹായം, സന്നദ്ധ സംഘടനകളുടെ സഹായം ഒക്കെ വെച്ചുകൊണ്ട് മാലിന്യം നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 7ഓളം ക്യാമ്പുകൾ തുറന്നു പറയുന്നു. പക്ഷേ ഈ പൊന്നാനി മേഖലകളിൽ അവിടെ കടൽക്ഷോഭ രൂക്ഷമാണ്. വീടുകൾ പൊളിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. അവിടെ ആളുകൾക്ക് ബന്ധുവീട്ടിലേക്കാണ് മാറുന്നത്. അതല്ലാത്തവർ വാടകയ്ക്കെടുത്ത് ആണ് മാറുന്നത്. അവിടെ ക്യാമ്പുകൾ തുടങ്ങാനോ അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും സഹായം? അവിടെ എല്ലായിടത്തും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ വീടുകളിലേക്ക് സ്വയം ഇഷ്ടം മാറുന്നതായിരിക്കും. ക്യാമ്പുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. പൊന്നാനിയിലും ക്യാമ്പുകൾ തുടങ്ങേണ്ടതാണ്. എന്തുകൊണ്ട് തുടങ്ങിയില്ല? അത് കുടുംബങ്ങൾ ക്യാമ്പിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണോ? അവിടെ കുടുംബ വീടുകളിലേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതുകൊണ്ടാണോ? എന്താണ് സംഭവിച്ചത് എന്നുള്ള പ്രത്യേകം പരിശോധിക്കും. അവിടെ ചില കുടുംബങ്ങൾ വീടുകൾ പൂർണ്ണമായും തകർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ കുടുംബങ്ങൾക്ക് സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? തീർച്ചയായിട്ടും കുടുംബങ്ങൾക്ക് സഹായം നൽകാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹം മന്ത്രി പറയുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹായങ്ങൾ, ഇപ്പം ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട മരണങ്ങൾ, വീട് നഷ്ടപ്പെട്ട ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അർഹമായ പ്രാതിനിധ്യം, ധനസഹായങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത് കൂടി റവന്യൂ മന്ത്രി പറയുകയാണ്. അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.